തുടച്ചിട്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ തുടച്ച് കഴിഞ്ഞതേ ഉള്ളൂ, വെള്ളം ഉണങ്ങിയിട്ടില്ല. ഇതെന്ന് പറയുമ്പോൾ ഒരു മീഡിയം സൈസിലുള്ള 3 ശർക്കര എടുത്ത് ഉരുക്കി, കുറച്ച് വെള്ളം വീത്തി തീ കുറച്ച് വെച്ച് ഉരുക്കിയതിന് ശേഷം അത് ഉരുക്കി വന്നതിന് ശേഷം കുറച്ച് മീഡിയം ഫ്ലെയിമിൽ തീയാക്കി അതിനെ ഫുള്ള് ഉരുക്കിയെടുത്തു. എന്നിട്ട് ഞാൻ നല്ലതാണെന്ന് തോന്നിയിട്ട് അരിക്കാനൊന്നും നിന്നില്ല. അതിലേക്ക് ഒരു ചെറിയ തേങ്ങ തിരുകിയത് മൊത്തം ആഡ് ചെയ്തു. ഒരു 1.5 കപ്പ് അവിൽ ആഡ് ചെയ്തു. കുറച്ച് നെയ്യ്, 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്തു. പിന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര, ഏലക്ക പൊടിച്ച് ഒരു 10 ഏലക്ക പൊടിച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് മിക്സിയിലിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് പൊടിച്ചു. ആക്ച്വലി പഞ്ചസാരയുടെ ആവശ്യം ഇതിനില്ല, പക്ഷേ ഏലക്ക പൊടിക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര ഇടണമായിരുന്നു. അതുകൊണ്ട് അതിനെ പൊടിച്ച് ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഇലയപ്പം പോലെ ഉണ്ടാക്കും. വാഴയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ പറ്റുമെങ്കിൽ വീഡിയോ എടുക്കുക. എന്തായാലും തിന്നിട്ട് അഭിപ്രായം പറഞ്ഞുതരാം. ഞാൻ ഇലയപ്പം നെയ്യും ഏലക്കയൊക്കെ ചേർത്ത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അല്ലാതെ ശർക്കരയും തേങ്ങയിട്ട് സ്റ്റഫ് ചെയ്ത് നമ്മൾ ഇലയപ്പം സാധാരണ ഉണ്ടാക്കും പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, ഏലക്ക പഞ്ചസാരയൊക്കെ കുറച്ചിട്ട് ഒന്ന് ഗ്രാൻഡാക്കിയാണ് വെച്ചേക്കണം. അപ്പോൾ അതൊന്ന് ആവിയിൽ പുഴുങ്ങി എടുക്കാം. എന്നിട്ട് ഞാൻ കഴിക്കുമ്പോൾ ഇപ്പോൾ മണി 3:45 ഒരു 4:30-5 മണിയാകുമ്പോൾ ചായ ഇട്ട് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുവാണ്. അപ്പോൾ കാണിച്ചു തരാം. എന്തായാലും അഭിപ്രായം ഞാൻ പറഞ്ഞുതരാം. കാണിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. എല്ലാവരും കൂടെ കഴിക്കുമ്പോൾ പിന്നെ വീഡിയോ എടുക്കുമ്പോൾ അവർക്കൊരു ഇതായാലോ എന്ന് കരുതി ഞാൻ ചിലപ്പോഴേ എടുക്കുകയുള്ളൂ. നോക്കട്ടെ.